കൽക്കത്തയിലാ, ഡോക്ടറാ. ഇത്തവണ നാട്ടുകാരെ തന്നെ കൊണ്ടുവന്നോ. അങ്ങോട്ട് ചെല്ലേ. എത്തിട്ടോ. അങ്ങോട്ട് ചെന്ന് നിൽക്കുമോളെ. തുടങ്ങാറായി. വാ അമ്മൂമ്മ. സത്യസ്വരൂപം. തൊഴുതോളൂ. തൊഴുകുട്ടി. ദക്ഷിണ കൊടുക്കുമോളെ. ഇന്നലെ അമ്പലത്തിൽ കണ്ടില്ല. കഥകളി ഉണ്ടായിരുന്നു. ഉറങ്ങിപ്പോയി. സുമംഗല പോയോ? അകത്തുണ്ട്. ഇല്ല സാർ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. കളിയുടെ കാര്യം പറയുമ്പോഴാ പണ്ട് മാഷ് കളി കഴിഞ്ഞ് ക്ലാസ്സിൽ വന്ന് ഉറക്കം തൂങ്ങിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇനിയൊരു 1.5 കൊല്ലം കൂടി ഉണ്ട്. അത് കഴിഞ്ഞാ കളി കാര്യം. അയ്യോ, ആഹാ, മകളും വന്നിട്ടുണ്ടല്ലോ. അവളുടെ പരീക്ഷ കഴിഞ്ഞു. പിന്നെ അമ്മയ്ക്ക് ഒരേ നിർബന്ധം അവളെ കാണണമെന്ന്. പരീക്ഷ കഴിഞ്ഞതല്ലേ, കുറച്ച് ദിവസം അവളിവിടെ നിൽക്കട്ടെ. അസലായി. ഇവിടെ ആരാ നിൽക്കുന്നേ? ആര് വന്നാലും 2 ദിവസം. ആട്ടെ, മോൾ എവിടെയാ പഠിക്കുന്നേ? വിശ്വഭാരതിയിൽ കമ്പ്യൂട്ടർ സയൻസ്. എന്റെ വഴിക്ക് ആരും വന്നില്ല. മറ്റവനാണെങ്കിൽ അച്ഛന്റെ വഴിക്ക്. ചേച്ചി ആകെ സന്തോഷത്തിലാണല്ലോ. കുറച്ച് ദിവസം കൊച്ചുമോളെ ഇവിടെ പിടിച്ചു നിർത്താൻ ഒരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ, വല്ല ആലോചനയും കൊണ്ടാണോ മാഷ് വന്നിരിക്കുന്നത്? മോൾ എന്ത് കഴിഞ്ഞെന്നാ പറഞ്ഞേ? കമ്പ്യൂട്ടർ സയൻസ് പോസ്റ്റ് ഗ്രാജുവേഷൻ. ഇവൾക്ക് മാഷ് വല്ലവരെയും കണ്ടുവച്ചിട്ടുണ്ടോ? നമ്മുടെ സ്കൂളിൽ കമ്പ്യൂട്ടർ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കുട്ടി പോയി. ഒരു ഗസ്റ്റ് ടീച്ചറുടെ ഒഴിവുണ്ട്. പരീക്ഷാഫലം വരുന്നത് വരെ മോൾ ഇവിടെ നിൽക്കട്ടെ. നല്ല ജോലി കിട്ടുമ്പോ മോള് പൊക്കോ. അയ്യോ, അച്ഛനോടൊന്ന് ചോദിക്കണ്ടേ? അതൊക്കെ ഞാൻ ഗോപിയോട് പറഞ്ഞോളാം. അവൻ എന്റെ സ്റ്റുഡന്റ് അല്ലേ. അത് ശരിയാ. ഒരു കണക്കിന് മാഷ് രാവിലെ അമ്പലത്തിൽ വരാതിരുന്നതും നന്നായി. ഗോപി എയർപോർട്ടിൽ വരുമല്ലോ. എത്തിയാലോ ഉടനെ വിളിക്കണേ മോളെ. എനിക്ക് ഒരാഴ്ച പോലും ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല. അവളെങ്കിലും ഇവിടെ നിൽക്കട്ടെ. പാസ്സായാലുടൻ അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ടുപോകും.
ബൈ ബൈ. മോള് നല്ല ഉറക്കമാ. ക്ഷണമധുന നാരായണം അനുഗരമനു ഭജ മാം രാധേ. സഖിമുഖി മുഖരയ മണിരചന നാരായണം അനുഗരമനു ഭജ മാം രാധേ. എന്താ മോളെ രാവിലെ തന്നെ? ദേ ഇവിടെ ഒരു അണ്ണാങ്കുഞ്ഞ്. അമ്മമ്മ എന്താ പ്രാർത്ഥിച്ചേ? അതൊക്കെ ഉണ്ട്. എന്തിനാ 3 പ്രാവശ്യം പ്രദക്ഷിണ വയ്ക്കണേ? അത് നീ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. മോള് ടീച്ചർമാരെ പോലെ ഡ്രസ് ചെയ്ത് സ്കൂളിൽ പോണേന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം? കൊഴപ്പൊക്കെ ഉണ്ട്. സുമംഗലക്ക് ഇത്രയും ഒരുക്കമില്ലായിരുന്നു. മോളെ ഒന്ന് വേഗം ബാ. ഞാൻ റെഡി. പോവാം. ആ പോവാ. മോളെന്താ വല്ല TV പരിപാടിക്കും പോവാണോ? ഒരു മിനിറ്റ്. നീ ഇപ്പോഴവളെ അങ്ങോട്ട് പറഞ്ഞു വിടണമായിരുന്നു. രാഹുകാലത്തിന് മുമ്പെങ്കിലും ഒന്ന് ഇറങ്ങണം മോളെ. ഞാൻ വരണു. ഈ അപ്പൂപ്പന്റെ ഒരു കാര്യം. നിക്കപ്പൂപ്പ. വാ വാ. നമസ്കാരം. നമസ്കാരം. ഇരിക്കേ. മോളിത് പതുക്കെ പൂരിപ്പിച്ച് തന്നാ മതി. വാ കമ്പ്യൂട്ടർ റൂമിലേക്ക് പോവാം. മാഷ ഞാൻ ഇറങ്ങുക. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ശരി. ആ മോള് പഠിപ്പിക്കും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. ഇതാണ് നിങ്ങളുടെ പുതിയ കമ്പ്യൂട്ടർ ടീച്ചർ ശീലാവതി.
നിങ്ങളുടെ പ്രസന്റേഷൻ ഒക്കെ എവിടം വരെയായി? PowerPoint വരെ എത്തി. ഇവിടെ ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 20 കുട്ടികളുടെ 2 ബാച്ച്. ഓക്കെ, എല്ലാവരും പ്രോഗ്രാം ചെയ്ത് കാണിക്കൂ. എന്താ മോളെ ഒരു വല്ലായ്മ? അവർക്കൊന്നും എന്റെ ഡ്രസ്സ് പിടിക്കണില്ല പൂപ്പ. ടീച്ചേഴ്സൊക്കെ എന്നെ വല്ലാണ്ട് നോക്കുക. കുട്ടികളും എനിക്ക് വയ്യ, ഞാൻ പോണില്ല അതിനങ്ങോട്ട്. ഈ കൽക്കട്ടയിലൊക്കെ വളർന്ന കുട്ടികൾക്ക് നാട്ടിൻപുറം എങ്ങനെ പിടിക്കുക? നല്ലപോലെ ദണ്ണം പറ്റിയിട്ടുണ്ട്. കൊറേ ദിവസം തിരുമണം. എന്തു പറ്റിയാ പൂപ്പ? ഒന്ന് വീണു. കളത്തിൽ ഞാൻ ചെന്ന് നോക്കുമ്പോ ബോധം ഉണ്ടായിരുന്നില്ലെന്നേ. എന്നിട്ട് അമ്മയെ അറിയിച്ചോ? മാമനെ അറിയിച്ചോ? അവരെയൊക്കെ കൂടെ അറിയിച്ച് ബുദ്ധിമുട്ടിക്കണോ? അവൾ ഇപ്പൊ ഫോൺ ചെയ്യാൻ പോയിരിക്കുക. എനിക്ക് വൈകിട്ട് മഠത്തിൽ ഒരു തിരുമലുണ്ട്. ഇപ്പോഴും ചെറുപ്പാന്നാ വിചാരം. ഇനി കുളിക്കാം. കമലേ, വെള്ളം ചൂടായി. നോട്ട്സ് എല്ലാവരും എഴുതിയല്ലോ? ടീച്ചർ പഠിച്ചതും വളർന്നതൊക്കെ പുറത്താണോ? ബംഗാളിലാ. ഇവിടെ ഞങ്ങൾക്കൊരു ബംഗാൾ വാസുണ്ട്. ടീച്ചർക്ക് അറിയാവോ? അറിയില്ലല്ലോ. ആരാ? ഇവിടുത്തെ പ്യൂൺ വാസുവിനാ അവര് പറയുന്നത്. പേര് വാസു എന്നാണെങ്കിലും ആര് ചോദിച്ചാലും ബംഗാൾ ബാസു എന്നേ പറയൂ. അതിനെത്ര ചിരിക്കാൻ എന്തിരിക്കുന്നു? ടീച്ചർ സംസാരിക്കുമ്പോ ബംഗാളിയല്ലേ ആദ്യം നാവിൽ വരുന്നത്? എനിക്ക് മലയാളം നന്നായി അറിയാം. എന്നെ ആദ്യം പഠിപ്പിച്ചത് മലയാളം. എന്റെ അച്ഛനൊരു മലയാളം റൈറ്ററാ. ടീച്ചർ കൽക്കട്ടയെന്ന് വരുന്നതാണല്ലോ എച്ചം പറഞ്ഞത്. അവിടേക്ക് അറിയോ? പിന്നെ അറിയോന്നോ? നമ്മുടെ പാർട്ടിയുടെ തലയല്ലേ അവിടെ കിടക്കുന്നത്, അറിയാതൊക്കുവോ? എന്താ പേര്? വാസു. ബാസു എന്നാ എല്ലാരും വിളിക്കുന്നത്. അവിടെ വായില്ലല്ലോ, വായല്ലേ ഉള്ളൂ. ടീച്ചറെ പേരെന്താ? ശീലാവതി. ആ കേട്ടോ, ശീലാവതിയല്ല, ശീലാവതി. വാസു അല്ല, ബാസു. അതാ കറക്റ്റ്. അപ്പൊ എല്ലാരും പ്രോഗ്രാം ചെയ്തോളൂ. ബെല്ലടിക്കാൻ സമയായി, ഞാനങ്ങോട്ട്. ഓ, अगर मौका मिलता है तो कर लो. രാവിലെ തുടങ്ങിയ ഇരിപ്പാ. വാ, നമുക്ക് വല്ലതും കഴിക്കാം. അപ്പൊ അമ്മൂമ്മ എന്താ ഒന്നും കഴിക്കണില്ലേ അപ്പൂപ്പ? അവൾ ഇപ്പോഴെങ്ങും അവിടെ നിന്ന് എഴുന്നേക്കില്ല. കമലേ, കഞ്ഞി ശരിയായോ? എന്റെ ഫുഡ് എവിടെ? ഞാൻ ഉണ്ടാക്കിയില്ല. ഓ, ചപ്പാത്തി. ഫിഷ്. മോളെ, സ്കൂൾ എങ്ങനെയുണ്ട്? വലിയ സ്കൂളാ പൂപ്പ. അതെനിക്കറിയത്തില്ലേ. നല്ല കുട്ടികളാ. എനിക്കെല്ലാരും വലിയ ഇഷ്ടായി. ദേ, അമ്മൂമ്മ ഇനിയും എണ്ണീറ്റിട്ടില്ല. അവൾ ഇപ്പോഴൊന്നും എഴുന്നേക്കുകയില്ല. മതി, തീരെ വയ്യ.
എടാ തേങ്ങ എണ്ണടാ. അപ്പൂപ്പനോട് വൈദ്യര് വിശ്രമിക്കാൻ പറഞ്ഞതല്ലേ? ഞാൻ എന്തിനാ വന്നേന്ന് അപ്പൂപ്പൻ തിരക്കിയോ? എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ. ഇന്നലെ വൈദ്യരോട് കൃഷി നിർത്തിന്ന് പറഞ്ഞിട്ട് പലതവണ നിർത്തിയതാ മോളെ. ഇനി ഇപ്പൊ നിർത്തണമെങ്കില് ഈ മണ്ണിനോട് ചേരണം. ഞാൻ രാവിലെ എണീറ്റപ്പോ അപ്പൂപ്പനെ കണ്ടില്ല. എനിക്ക് കൊറേ ഡ്രസ് വാങ്ങിക്കണം. നമ്മുടെ നാട്ടിലെ നമ്മുടെ ഡ്രസ്സാ മോളെ നല്ലത്. ഓ ഒരു മിനിറ്റ് അപ്പൂപ്പ. നമുക്ക് ആ ജോർജിന്റെ കടയിൽ നിന്ന് വാങ്ങിക്കാൻ പോയി. നമസ്കാരം. നമസ്കാരം. ചന്ദ്രേട്ടനെ കണ്ടിട്ട് കുറെ നാളായല്ലോ. പ്രായമൊക്കെ കൂടി വരികയല്ലേ. കൊച്ചുമോളാണോ? കുറച്ച് ഡ്രസ് എടുക്കണം. സുമംഗലയുടെ മോളായിരിക്കും അല്ലേ? സുമംഗലയുടെ മോളാ. ആ ഇഷ്ടമുള്ള എടുത്ത് കൊടുക്ക. നോക്കി എടുത്തോളൂ. കൊള്ളാം അപ്പൂപ്പ. മോൾ ഇഷ്ടമുള്ളത് അങ്ങോട്ട് എടുക്ക്. ഇതെങ്ങനെയുണ്ട് അപ്പൂപ്പ? അതൊന്നും എടുക്കൂ. അതെങ്ങനെയുണ്ട് മോളെ? നശിപ്പിക്കും. എങ്ങോട്ട് പോയതാ? മോടെ തുണി ഒന്ന് തയ്ക്കാൻ. ഇന്ന് കളിയുണ്ട്, അങ്ങോട്ട് പോവാ. മോളെ, ശങ്കരൻകുട്ടി സാറിനെ ഞാൻ ഇന്ന് കണ്ടു. എന്താ വീണ്ടും ഡ്രസ് ചേഞ്ച് പറഞ്ഞോ? അല്ല മോളെ, സാറിന് നിന്റെ ക്ലാസ് ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടു. ആഹാ, ഇത്രയും കേട്ടാ മതി. താങ്ക് യു അപ്പൂപ്പ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കമലേ, വന്നേ. വാസു ഇവിടെ വന്ന് കഴിക്കട്ടെ. മോള് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ പോയെന്ന് പറഞ്ഞേക്ക്. വിശന്ന് ചാവാൻ തുടങ്ങി. നീ വന്നോ? ഇന്ന് കറണ്ട് ചാർജ് അടയ്ക്കേണ്ട ദിവസമാ. 2 മണി വരെ ഉള്ളൂ. നീ വിലാസിനിയോട് എന്ന് പറ പെട്ടെന്ന് കറണ്ട് ചാർജ് അടച്ചിട്ട് വരാൻ. ശരി. വന്നാൽ ഉടനെ ഓടിക്കും.
അപ്പൂപ്പൻ ഇതുവരെ പോയില്ലേ? എന്താ എന്താ പറ്റിയ അപ്പൂപ്പ? രാത്രിയിൽ വലിയ അസ്വസ്ഥതയായിരുന്നു. ഹോ, വല്ല വിധേനെ നേരം വെളുപ്പിച്ചു എന്ന് പറഞ്ഞാ മതിയല്ലോ. എന്നാ ഹോസ്പിറ്റലിലേക്ക് പോവാ. വേണ്ട മോളെ. വേണം, ഞാൻ ഇപ്പൊ റെഡി ആയിട്ട് വരാം, എന്നിട്ട് സ്കൂളിലേക്ക് പോവാം. വാ പൂപ്പ, പതുക്കെ. എനിക്കെവിടെയാ സമയം? പറ്റെങ്കിൽ ഈ ആഴ്ച എഴുതി തീർക്കണം. ആ ശരി, പിന്നെ വിളിക്കൂ. എന്തു പറ്റി? അപ്പൂപ്പനൊന്ന് വീണു. ഇന്നലെ മുതൽ ഒരു തലചുറ്റല്. പേരെന്താണ്? ചന്ദ്രൻ നായർ. എന്താ പണി? കർഷകനാ. കർഷകർക്കൊക്കെ ഇപ്പൊ വീഴ്ചയാണല്ലോ. കിടന്നോളൂ. ശ്വാസം വലിക്കൂ. വിടൂ. അപ്പൂപ്പൻ എവിടെയാ വീണേ? കണ്ടത്തിലാ. എങ്ങനെയാ വീണേ? കന്നുകാലിക്ക് വെള്ളം എടുത്തോണ്ട് പോവുകയായിരുന്നു. ഈ വയസ്സുകാലത്ത് എന്തിനാ അപ്പൂപ്പ ഈ പണിക്കൊക്കെ പോണേ? കർഷകനായി പോയില്ലേ. സാരല്ല, ഇനി എന്തായാലും അപ്പൂപ്പൻ നല്ലോണം സൂക്ഷിക്കണം. എണീറ്റോളൂ. ഒരിത്തിരി ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, പക്ഷെ അത് സാരല്ല. കുട്ടി എന്ത് ചെയ്യുന്നു? കുട്ടിയല്ല, ടീച്ചർ. ഓ, എന്നാ ടീച്ചർ എന്താ പഠിപ്പിക്കുന്നേ? കമ്പ്യൂട്ടർ. എവിടെ? സ്കൂളിൽ. പേര്? ശീലാബതി. എന്താണ് അസുഖം? അപ്പൂപ്പന്റെ അസുഖം മരുന്നുകൊണ്ട് മാത്രം മാറില്ല. പിന്നെ എന്തോ വേണം? പറയാം. എന്റെ അപ്പൂപ്പനൊരു കർഷകനായിരുന്നു. ഇതേ അസുഖമായിരുന്നു. കൃഷിയൊക്കെ നഷ്ടത്തിലായപ്പോ മൂപ്പര് രോഗിയായി. ദാ, ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യണം. മോള് ഡോക്ടറാണെങ്കിലും അവൾ ഒരിക്കൽ പോലും എന്നെ ഈ കുഴൽ വെച്ച് നോക്കിയിട്ടില്ല. ഓ, മോൾ ഡോക്ടറാണോ? എവിടെ? അങ്ങ് കൽക്കട്ടയില്. മോളാ ഇവള്. ഇവളും പഠിച്ചതും വളർന്നതും ഒക്കെ അങ്ങ് കൽക്കട്ടയില. ഇപ്പൊ മെഡിസിൻ ഒന്നും വേണ്ട, റിസൾട്ട് കിട്ടട്ടെ, നാളെ വരും. വിശ്രമം വേണം. ഓ, താങ്ക് യു ഡോക്ടർ. കാശൊന്നും കൊടുത്തില്ല. ഓ, എന്തൊരു വെയിലാമൂമ്മ. മോളെ, ഡോക്ടർ എന്ത് പറഞ്ഞു? കൊറേ ടെസ്റ്റുകൾ കുറിച്ചു തന്നു. നല്ല ഡോക്ടർ. മോളെ, ടെസ്റ്റുകളൊക്കെ ഇന്ന് തന്നെ നടത്തണം, ഇല്ലെങ്കിൽ ആള് കളത്തിലേക്ക് പോവും. ഓ, അമ്മൂമ്മയുടെ ഒരു സ്നേഹം. അക്യൂട്ട് എനിമിക്. അപ്പൂപ്പന് കുറച്ചു ദിവസത്തേക്ക് കംപ്ലീറ്റ് റെസ്റ്റ് വേണം. ദാ, ഇത് കഴിക്കട്ടെ. കർഷകന് ഈ ഭൂമിയിൽ വിശ്രമമുണ്ടോ? കർഷകന്റെ റെസ്റ്റ് അന്ത്യവിശ്രമമല്ലേ ഡോക്ടറെ? ഒരു കാർഡിയോളജിസ്റ്റിനെ കാണണം, പിന്നെ മതി, ധൃതിയില്ല. ശീലാവതിക്ക് ഈ നാടൊക്കെ പിടിച്ചോ? അതിന് ഞാൻ വന്നല്ലേ ഉള്ളൂ. ഹലോ മിസ്റ്റർ ചന്ദ്രൻ നായർ. ഡോക്ടർ എന്താ പറഞ്ഞേ? കുറച്ച് വിശ്രമം വേണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ കളത്തിൽ പോയി വിശ്രമിച്ചോളാം. ശരി, അപ്പൂപ്പൻ ചെല്ല്. തിരിച്ചു വരുമ്പോഴേക്ക് ഞാൻ അങ്ങ് കൽക്കത്തയിലുണ്ടാവും. മോളെ, മിണ്ടാപ്രാണികളല്ലേ, ഞാനില്ലാതെ അതുങ്ങൾക്ക് ആര് വെള്ളം കൊടുക്കും? അപ്പൊ അതിനല്ലേ അവിടെ വാസുവിനെ നിർത്തിയിരിക്കുന്നേ? എനിക്കൊരു മനസമാധാനം വേണ്ടേ? ഓ, അപ്പൊ ഇവിടെയുള്ളവർക്ക് അതൊന്നും വേണ്ട. നാളെ മുതൽ വാസുവിനെ നിർത്താം. മോളെ, ഇന്നും കൂടെ ഞാനൊന്ന് പൊക്കോട്ടെ. നല്ല അപ്പൂപ്പൻ. ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ന് കമല അങ്ങോട്ട് വരും, ഞാൻ ഇവിടുത്തെ അടുക്കളക്കാരൻ നോക്കണം. കമല,
ബാസു, എന്താ ഇത്? ഡോക്ടർ എന്താ പറഞ്ഞെന്നറിയാമോ? അപ്പൂപ്പന് സുഖമില്ലാന്ന് അറിഞ്ഞൂടാ? ഇതൊക്കെ വാസുവാ മോളെ ചെയ്യുന്നത്. അപ്പൂപ്പന് നല്ല ബുദ്ധിയുണ്ട്. ബാസുവിന്റെ മുണ്ടും നനഞ്ഞില്ല, ദേഹവും നനഞ്ഞില്ല. ബാസുവിനെന്താ വല്ല ദിവ്യശക്തി ഉണ്ടോ? ഉണ്ടോ ബാസു? അപ്പൂപ്പൻ എന്താ ചേച്ചേ? മോളെ ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. കുട്ടി എന്താ വിഷമിച്ചിരിക്കുന്നേ? എന്താ അയാളുടെ പേര്? ആര്യ. വീട്? സൂര്യച്ചിറ. അച്ഛന് എന്താ ജോലി? അച്ഛൻ മരിച്ചുപോയി. അമ്മ? കൂലിപ്പണിയാ. വേറെ ആരൊക്കെയുണ്ട് വീട്ടില്? അപ്പൂപ്പൻ. അപ്പൂപ്പൻ എന്ത് ചെയ്യണു? ഗസ്റ്റ് ഹൗസിൽ വാച്ചറാ. എന്താണ് പ്രതിയെ ചോദ്യം ചെയ്യുന്ന പോലെ? ആ കൊള്ളാലോ, ഇപ്പഴാ നാടനായത്. ഈ വേഷം ടീച്ചർക്ക് നന്നായിട്ട് ചേരും. എനിക്ക് എല്ലാ വേഷം ചേരും. എന്നാലും വേഷം നല്ലത് പഴയത് തന്നെയാ. മാഷ് സുമംഗലയും ഇതുപോലെ ആയിരുന്നു. എവിടെയും പെട്ടെന്ന് പൊരുത്തപ്പെടും. പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചിരുന്നു. ആ വരൂ, ഇരിക്കൂ. ശീലാവതിയെ ഞാൻ കഴിഞ്ഞ ദിവസം എവിടെ വെച്ച് കണ്ടല്ലോ? ഞാൻ കണ്ടില്ലല്ലോ ഡോക്ടറെ. കിടക്കൂ. ഷർട്ട് ഊരിയില്ലേ അപ്പൂപ്പ? കൃഷിയൊക്കെ കഴിഞ്ഞില്ലേ? എന്തത്ര ബദ്ധപ്പാട്? എല്ലാ അപ്പൂപ്പന് തന്നെ ചെയ്യണം. കളത്തി പോണം, കണ്ടെത്തി പോണം. ഇല്ലേ അപ്പൂപ്പ? ഇതൊക്കെ കൃഷിയുടെ ഭാഗമല്ലേ? 4 കാള, 4 പശു, കുറെ പശുക്കുട്ടികൾ. പരിപൂർണ വിശ്രമം വേണം. അത് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഡോക്ടർ. കന്നുകാലികളാണെങ്കിലും അവ പട്ടിണി കിടക്കുന്നത് സഹിക്കത്തില്ല. കളമെടുത്തല്ലേ, വല്ലപ്പോഴും പോയി നോക്കിയാ പോരെ? മനസ്സ് നിറയെ കളമാണ് ഡോക്ടർ. എത്ര പറഞ്ഞാലും അപ്പൂപ്പൻ കേൾക്കില്ല. ഞാൻ പോവാ. ഞാനിപ്പോ വരാം. ഇഞ്ചക്ഷൻ എടുക്കാൻ പോവാ. ഇത് വെച്ച് അപ്പൂപ്പന് വീട്ടിലിരുന്ന് കളം കാണാം. ശീലാവതിക്ക് ഈ നാടും കാണാം. ഇത് വെച്ച് അവിടെ എല്ലാം കാണാൻ പറ്റുമോ? അതിനെനിക്ക് കാഴ്ച കുറവല്ലേ മോളെ? അതിനല്ലേ ഞാനുള്ളത് അപ്പൂപ്പ. ടൗണിൽ പോയി ഡോക്ടറെ കാണാൻ താമസിക്കണ്ട. ഡോക്ടർ മാത്യു, കാർഡിയോളജിസ്റ്റ്. താങ്ക്സ്.
ഉണ്ട്. അപ്പൂപ്പന്റെ കൂട്ടുകാരെല്ലാരും വെള്ളം കുടിക്കുന്നുണ്ട്. എന്തായാലും ജീൻസും കോട്ടൊക്കെ മാറി ഇപ്പൊ ചുരിദാർ വരെ എത്തിച്ചല്ല. ശരിയാ, ഇനി മാറിക്കോളും. എന്റെ പൊന്നു ടീച്ചറെ, ആ കൊച്ചു 2 മാസം കഴിയുമ്പോൾ പോവും. അതുവരെ എങ്ങനെയെങ്കിലും പോയിക്കോട്ടെ. എന്തായാലും ആ ഒരു ബംഗാളി ലുക്ക് മാറിയിട്ടില്ല. എന്തു പറഞ്ഞാലും അവന്റെ ഒരു ബംഗാളി ലുക്ക്. പോയി ബെല്ലടിക്കണോ? സമയമില്ലേ? പൂജയുടെ വെള്ളം ഞാൻ കുറച്ച് കുടിച്ചോട്ടെ. നിങ്ങളുടെ നാട്ടില് വലിയ വെള്ളക്ഷാമക്കല്ലേ, അതുകൊണ്ട് കുറച്ചേ കുടിച്ചുള്ളൂ കേട്ടോ. ശാരി ഡാൻസ് പഠിക്കുന്നുണ്ടല്ലേ? ആ, ടീച്ചർക്ക് എങ്ങനെ അറിയാം? അതൊക്കെ അറിയാം. ഇന്ന് ആരാ ക്ലാസ്സിന് കൊണ്ടുവിട്ടെ? അച്ഛൻ. ജീൻസും ടീഷർട്ടൊക്കെ ഇട്ടിട്ടുള്ള ചെറുപ്പക്കാരനായ അച്ഛൻ അല്ലേ? ആ വീഡിയോക്കാരൻ റാഞ്ചാതെ നോക്കണം കേട്ടോ. ഈ പ്രായത്തിൽ നിനക്ക് ഇത്രയും ദുഃഖം ആര് തന്നു കുട്ടി? നാളെ എൻ്റെ സൈക്കിളില് നമുക്ക് ഈ നാട് മുഴുവൻ ചുറ്റിക്കാണണം കേട്ടാ. അത് ശരി. പൂജയുടെ വീട് എവിടെയാ? പൂജയുടെ വീട് എവിടെയാ ടീച്ചർ? എവിടെ? എവിടെയാ? അപ്പൊ നിന്റെ വീടോ? എന്റെ വീട് അപ്പുറത്താ. നിന്റെ വീട് സൂര്യച്ചിറയിലല്ലേ? ഇവിടെ ചിറയൊന്നും കാണാനില്ലല്ലോ. അപ്പോ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്ത് ആനിമേഷൻ നൽകുക. ഇതാണ് പവർ പോയിന്റ്. എഴുതിയോ പൂജ? എഴുതി. സ്ലൈഡ് ക്രിയേറ്റ് ചെയ്ത് ആനിമേഷൻ നൽകുക. എഴുതി കഴിഞ്ഞ് ഞാൻ പറയണ ശ്രദ്ധിക്കുക. പവർ പോയിന്റിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആരാ? എന്താ കുട്ടി പേടിച്ചിരിക്കുന്നേ? ടീച്ചർ എന്നെ വിടരുത്. കുട്ടിക്ക് പ്രാക്ടിക്കൽ നടന്നുകൊണ്ടിരിക്കുക, വിടാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോ അവളങ്ങെത്തും. ചേട്ടൻ വിട്ടോ. പരീക്ഷ നടക്കുമ്പോ അവിടെ കയറി ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഹലോ, ഗുഡ് മോർണിംഗ്. ഡോക്ടർ അല്ലേ? തിരക്കിലാണെന്ന് അറിയാം. ഞാൻ ശീലാബദ്ധ. അപ്പൂപ്പനിപ്പോ കുറവുണ്ട്. ഞാൻ വിളിച്ചത് അതിനല്ല. അവിടെ ഡോക്ടറിന്റെ ക്ലിനിക്കില് ക്യൂവിലൊരു സ്ത്രീ, അവരുടെ കാര്യം വളരെ ദയനീയാണ്. അവരാരും അകത്തേക്ക് കയറ്റി വിടുന്നില്ല. ശ്വാസം കിട്ടാതെ അവരിപ്പോ മരിച്ചു പോവും. അവരെ ഒന്ന് വിളിപ്പിക്കോ?
മോൾ ആരെയായി നോക്കുന്നത്? കോളനിയിൽ ആ സ്ത്രീക്ക് തീരെ വയ്യാന്ന് പറയുന്ന കേട്ടു. ശരി. ടീച്ചർ ദ ഫോൺ. ഹലോ, ഹായ് ഡോക്ടർ, ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്. ഇന്നലെ ടീച്ചറെ ഡോക്ടറെ അന്വേഷിച്ചിരുന്നു. ആ, അപ്പൂപ്പന് ചെറിയ പ്രശ്നമുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ ഡോക്ടർ, ശരി, ബൈ. എന്താ മീനും മുടിയൊക്കെ ഇങ്ങനെ വരണ്ടിരിക്കുന്നേ? മീനുവിന്റെ നാട്ടിൽ കുളിക്കാൻ വെള്ളമൊന്നുമില്ലേ? കുളങ്ങളും കിണറെല്ലാം വറ്റി ടീച്ചറെ. കുടിക്കാൻ പോലും ഒരു തുള്ളി വെള്ളമില്ല. വെള്ളത്തിന് വേണ്ടി ഞങ്ങൾ സത്യാഗ്രഹം നടത്തുക. ടീച്ചറും വരണേ. ആ വെള്ള പ്രശ്നമൊക്കെ ഞങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. ടീച്ചർക്ക് ഇതാ മറ്റൊരു ഉത്തരവ്. ഇങ്ങനെയും വേണോ? സർക്കാർ കാര്യമല്ലേ, ഉത്തരവുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. അതിനൊരു പഞ്ഞവും ഇല്ല. ആ, എനിക്ക് ഇത്രയും ശമ്പളം ഉണ്ടോ? ബംഗാളിലെ ശമ്പള സ്കെയിൽ തന്നെയാ ഇവിടെയും. ടീച്ചർ വന്ന് ശമ്പളം ഒപ്പിട്ട് വാങ്ങ്. ഞങ്ങളുടെ സമരത്തിനൊരു സംഭാവന ഇവിടെ തരണം. ഓ, ടീച്ചർ വന്നിട്ട് 2 മാസമായെന്ന് വിശ്വസിക്കാനാവുന്നില്ല. ഒരു വർഷത്തെ പരിചയമാ കുട്ടികളിൽ കാണുന്നത്. റിസൾട്ട് വന്നാ ഞാനങ്ങ് പോവും. അതുവരെ ഞങ്ങൾ വിട്ടാലല്ലേ പോവൂ. താങ്ക് യു. വന്നതേ ഉള്ളൂ, അതിനിടയിൽ അവന്റെ ഒരു പിരിവ്. കനി കൊള്ളടത്തേ ഞങ്ങൾ കൈ നീട്ടാറുള്ളൂ. വെള്ളമില്ലാതെ വരുമ്പോ അതിന്റെ ബുദ്ധിമുട്ടറിയും. അതിനവിടെ സമരം നടക്കുകയല്ലേ. എന്റെ ക്ലാസ്സിലെ കുട്ടികൾ പലരും കുടിക്കാനോ നനയ്ക്കാനൊന്നും വെള്ളമില്ലാതെ വല്ലാതെ കഷ്ടപ്പെടുക. വെള്ളമില്ലെങ്കിൽ എന്ത് ഗ്രാമമാ സുഹൃത്തെ. അയ്യോ, ബെല്ലടിക്കാൻ സമയമായി. ഇരിക്കൂ. ശീലാപതിക്ക് നല്ല ചേഞ്ച് ഉണ്ടല്ലോ. അതെ, അവൾ ഈ നാട്ടുകാരി ആയിക്കൊണ്ടിരിക്കുകയല്ലയോ ഡോക്ടറെ. കിടക്കൂ. നിങ്ങളുടെ സ്കൂളിലാണെന്ന് തോന്നുന്നു നാളെ ഒരു മെഡിക്കൽ ക്യാമ്പ് ഉണ്ട്. അറിയോ? അറിയില്ല. കാലൊന്ന് ഉയർത്തു. മതി, എണീറ്റോളൂ. ഡോക്ടർ രാജീവിനെ അറിയോ? സിറ്റിയിലെ നെഫ്രോളജിസ്റ്റാ. അദ്ദേഹത്തിന് ഞാനൊരു കത്ത് തരാം. അമ്മയും മാമനെ അറിയിക്കാം. ഏയ്, ഇപ്പൊ വേണമെന്നില്ല. പിന്നെ നമ്മളൊക്കെ അല്ലേ. ഇവളെ ഡോക്ടർ ആക്കാൻ സുമംഗലെ ആവത് നോക്കിയതാ. വഴങ്ങണ്ടേ? ടീച്ചർ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ, ഒഡീസിയും രവീന്ദ്ര സംഗീതവും ഒക്കെ പഠിച്ചിട്ടുണ്ട്. പാടുവോ? അയ്യോ ഇല്ല മോൾ, ഒട്ടും പറ്റാത്ത കാര്യം. എന്റെ ശബ്ദം കേട്ട് അറിഞ്ഞൂടെ?
തീരെ കോൺഫിഡൻസ് ഇല്ല. ടീച്ചറെ, ഞങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവർക്കും വലിയ ഇഷ്ടാ. ആര്യ പാട്ട് പഠിച്ചിട്ടുണ്ടോ? പഠിക്കാൻ തുടങ്ങിയതായിരുന്നു. അച്ഛൻ മരിച്ചതോടെ പാട്ടും ഡാൻസും എല്ലാം നിർത്തി ടീച്ചറെ. ആ വഴിയിലല്ലേ ആര്യയുടെ വീട്? അച്ഛനെന്തായിരുന്നു അസുഖം? ജീവൻ ഡോക്ടർക്കറിയാം. നല്ല ഡോക്ടറാട്ടോ ടീച്ചറെ. ഒരു ദിവസം രാത്രിയിൽ അച്ഛൻ അസുഖം കൂടിയപ്പോൾ ജീവൻ ഡോക്ടറാ വീട്ടിൽ വന്ന് മരുന്ന് കൊടുത്തത്. ഓരോരുത്തരായിട്ട് വരും. ഇവിടെ കയറി നീ. മതി മതി, അങ്ങോട്ട് നിന്നോ. ഇത് കഴിയുമ്പോ വരാം. കുട്ടിയെ അത് പനി നോക്കാൻ വെച്ചിരുന്നതാ, കടിച്ചു പൊട്ടിക്കരുത് കേട്ടോ. ഇവിടെ ഇരിക്കും. പേരെന്താണ്? എന്താ ആ ബോർഡിലോട്ട് നോക്കൂ. കാണുന്നുണ്ടോ? കൊച്ചു കളാ. ഇപ്പൊ എല്ലാം പെർഫെക്റ്റ് ആണ്. ആ ബിരുദം പറയുവാ ഡോക്ടർ ടീച്ചറിന്റെ ലൈനാന്ന്. ശരി, അപ്പോ പറഞ്ഞ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ആ ലിസ്റ്റിലെല്ലാം വായിച്ചില്ലേ? കാര്യം ചെയ്യണം, പേരൻസിന് കൊണ്ടുപോയി കൊടുക്കണം. ഇതിലെല്ലാ ഡീറ്റെയിൽസും ഇതിൽ എഴുതിയിട്ടുണ്ട്. ആ മതി മതി. ആഹാ, നിങ്ങൾ തുടങ്ങിയോ? എന്തേട്ടാ? ശങ്കരൻകുട്ടി മാഷ്. ആ, ആ വാ വാ. നല്ല സമയത്താണല്ലോ എന്റെ വരവ്. ഇരുന്നേ മാഷേ. മാഷ് ഊണ് കഴിച്ചോ? ഞാൻ കൃത്യം 1 മണിക്ക് പൊതി കഴിക്കും. 30 വർഷമായിട്ടുള്ള ശീലമാണേ. എന്റെ ശീലങ്ങളൊക്കെ തെറ്റി മാഷേ. ഇപ്പം ഊണും ഉറക്കവും മാത്രം. പ്രായമായ പിന്നെ ദുശീലങ്ങൾ ഓരോന്ന് ശീലിക്കുന്നേ. എല്ലാവരും എങ്ങനെയാ? മാഷിന് കുടിക്കാൻ സംഭാരം എടുക്കട്ടെ? ഏയ്, ഒന്നും വേണ്ട. ആ, എങ്ങനെയുണ്ട് ചന്ദ്രേട്ടാ കൃഷിയൊക്കെ? കമല, കൃഷിയൊക്കെ പോയില്ലേ മാഷേ? ആർക്ക് വേണം നിലവും പുരയിടവും ഒക്കെ? അന്നത്തെ കാലത്ത് BA പാസ്സായവനല്ലേ ഞാൻ. കൃഷിയുമായിട്ട് നടന്നിട്ട് ഒടുവിൽ വീട്ടുകാരും നാട്ടുകാരും കൂടി എനിക്കൊരു പേരിട്ടു. അറിയാം അറിയാം അറിയാം. അതെന്താ അപ്പൂപ്പ? മണ്ടം BA. ഇന്നിപ്പം ഇല്ല, എന്റെ മനസ്സിൽ എല്ലാം തികഞ്ഞ ഒരേയൊരു കർഷകൻ, അത് ചന്ദ്രേട്ടനാ. ഓ, സമയം പോയതറിഞ്ഞില്ല. അല്പസമയം കിട്ടിയപ്പോ ചന്ദ്രേട്ടന്റെ സുഖവിവരം അറിയാന്ന് വെച്ചിറങ്ങിയതാ. ഇപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ? ആ, ഞാനറിയാം. മാഷ്, ഞാൻ ഇപ്പൊ വരാട്ടോ. ഏയ്, ധൃതിയില്ല, പതുക്കെ ഇറങ്ങിയാ മതി. എവിടെ അവള്? ആ പാത്രത്തിലെ 2 കപ്പ് ചായം കൂടി കൊണ്ടുവന്ന നിന്റെയൊക്കെ മാന ഇടിഞ്ഞു പോവോ? അതിനിവിടെ പാലും പഞ്ചാരയും വേണ്ടേ? ഒടുക്കത്തെ ഒരു പാലും പഞ്ചാരയും ബാക്കിയെല്ലാം ഉണ്ടാക്കി തരുന്ന ആരാ? ഒരുപാട് പഠിക്കാണ്ട്. അതിനവള് 10ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്. ആ പഠിത്തം ഇന്ന് ഞാൻ അവസാനിപ്പിക്കുന്നുണ്ട്. ഒരു പഠിത്തക്ക അവള് പഠിച്ച് റാങ്ക് വാങ്ങിക്കാൻ പോവില്ലേ? നോക്കി ചെയ്. ലൈൻ കറക്റ്റ് നോക്കി ചെയ്യണം കേട്ടാ, തെറ്റിക്കല്ലേ. ആര്യ എന്താ വരാത്തെ? ആ കുട്ടി പഠിത്തം നിർത്തിയോ?
ഒരാഴ്ചയായി വന്നിട്ട്. എന്തു പറ്റി? അസുഖം വല്ലതും ഉണ്ടോ? ആ ഞങ്ങൾക്കറിയില്ല. നിങ്ങളൊക്കെ എന്ത് കൂട്ടുകാരാടോ? ദേ ടീച്ചർക്ക് 2 നോട്ടീസ് ഉണ്ട്. ഒന്ന് ഡോക്ടറുടെ പുസ്തക പ്രകാശനം രാവിലെ 10 മണിക്ക്, അടുത്തത് ഞങ്ങളുടെ പ്രതിഷേധ സമരം. സമരം 100 ദിവസം തികഞ്ഞതിന്റെ ആഘോഷാണോ? ഞങ്ങൾ സമരങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്, ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറില്ല. നിങ്ങളുടെ നാട്ടിലെ കാര്യം തന്നെയാ പറയുന്നത്. കുട്ടി അവിടെ ശ്രദ്ധിക്ക്. ആരാ ഡോക്ടറുടെ പുസ്തകം സ്വീകരിക്കുന്നത്? നമ്മുടെ എഴുത്തുകാരി ടീച്ചറാ. വരുമോന്ന് കണ്ടറിയാം. അതെ, ബെല്ലടിക്കാൻ സമയമാകുമ്പോ എനിക്കറിയാം, ഞാൻ അടിച്ചോളാം. അവർക്കല്ലാതെ മറ്റാർക്കും പ്രകൃതിയോട് സ്നേഹമില്ലെന്നാ ആ സ്ത്രീയുടെ വിചാരം. ബെല്ലടിക്കാൻ സമയമായി, ഞാൻ പോവുക. ആര്യയില്ലേ? ആര്യ ഇവിടെ ഇല്ലല്ലോ. അമ്മമ്മയുടെ കൂടെ കുളത്തിൽ കുളിക്കാൻ പോയിരിക്ക. എവിടെയാണ്? ഇതാ ആ കുളത്തില്. ആരാ? മനസ്സിലായില്ല. ഞാൻ ശീലാപതി. ആര്യയോട് സ്കൂളിലേക്ക് വരാൻ പറയണം, അതിനാ ഞാൻ വന്നേ. ശരി, ഞാൻ ആര്യയെ കണ്ടോളാം. ആര്യ, എന്തു പറ്റി മോളെ? വാ. എന്താ നിനക്ക് പറ്റിയേ? ഞാൻ ആരോടും പറയില്ല. ഞാൻ നിന്റെ ടീച്ചറല്ലേ. ടീച്ചറോട് നിനക്ക് പറയാലോ. ഒന്ന് പറ കുട്ടി. എന്താ നിന്റെ പ്രശ്നം? നീ എന്താ ഒന്നും പറയാത്തെ? നീ ഒന്നും പറയണ്ട. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ടീച്ചർക്ക് ഇന്നലെ ഈ നാട്ടിൽ കിട്ടിയൊരു ഭാഗ്യം നോക്കണേ. ഒന്ന് വെറുതെ വിട്ടേക്ക് വാസുട്ടാ. പ്രകൃതി സ്നേഹത്തിന് കിട്ടിയ പ്രതിഫലമായിട്ട് കരുതിയാ മതി. അതല്ല, ഇത്ര പെട്ടെന്ന് ഈ നാടുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിഞ്ഞതുകൊണ്ട് പറഞ്ഞതാ. ഇതൊക്കെ ഒരു പാരമ്പര്യ ബാസു. ഇതിനൊക്കെ ഒരു യോഗം വേണം. അതെ അതെ, ജീൻസും കോട്ടും ഇട്ട് വന്ന കൊച്ചിനെ ചുരിദാർ ഇടിയിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്നത് ആരാ? ഇതാ പി ടി സാറിനോട് കൊടു. 9A രജിസ്റ്റേർഡ് ബുക്കും കൂടെ. ഓ, ഹായ് ശീലാപതി. വന്നോളൂ. ഇന്ന് വൈകിയാണെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാവും. അവിടെ വെച്ച് കാണാം. ഓക്കെ. ഇന്ന് സ്കൂളില്ലേ? അത് ശരി. ഓക്കെ 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 ശരി. ഓക്കെ. പുസ്തകം വായിച്ചു. അഭിപ്രായമൊന്നും പറഞ്ഞില്ല. 2 ദിവസമായിട്ട് ഡോക്ടറെ കണ്ടില്ല. ബൈനോക്കുലർ ഇങ്ങോട്ട് തിരിച്ചു തുടങ്ങിയോ? ഞാൻ നാട്ടിൽ പോയിരുന്നു. ശീലാബിക്ക് ഒരു കാര്യം തരാൻ മറന്നുപോയി. ഇന്നലെ പ്രസാധകർ വന്നിരുന്നു. പുസ്തകത്തിന്റെ പ്രതികളെല്ലാം വിറ്റുപോയി. അവർ കൊണ്ടുവന്ന സമ്മാനമാണ്. ആദ്യ പ്രതി വാങ്ങിയ ആൾക്കിരിക്കട്ടെ ഫുൾ ക്രെഡിറ്റ്. താങ്ക്സ്.
അതൊന്ന് ഇളക്കൂട്ടി. ഉപ്പിട്ടില്ല? ഇട്ടിട്ടില്ല. മതിയോ? കുറച്ചുകൂടി ഇട്ടോ. ആ മതി, ഇട്ടോ. അക്ഷരം അറിയാമെങ്കിൽ വായിക്ക്, ഇല്ലെങ്കിൽ ഞാൻ വായിച്ചു തരാം. ചായ അവിടെയും കൂടി കൊടുത്തേക്ക്. മുകളിലത്തെ മുറിയില്. യെസ്. ആര്യയില്ലേ? അവിടെ ഇരുന്നോളൂ. ആര്യേ, ആര്യ റെഡി ആര്യേ. ഇതാ വരുന്നു ടീച്ചറെ. ടീച്ചർ, ആ, നിനക്കൊരു ബാഗ് വാങ്ങിച്ചു. വാ.
ഒന്നിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട. റെഡിയല്ലേ? ഈ ബാഗ് കൊണ്ടുവച്ചിട്ട് വരാം. അമ്മമ്മേ, ഞാൻ പോയിട്ട് വരാം. ശരി. ഇനി ഒരു തൊടി വെള്ളം കൂടിയേ ഉള്ളൂ. കുഞ്ഞെവിടെ പോയി കുളിക്കും? അവര് കുറച്ച് വെള്ളം എടുത്തോട്ടെ കമല. മാമന് കുളിക്കാൻ തന്നെ വേണം ഒരു പറ വെള്ളം. കുളമെല്ലാം വറ്റി, പിന്നെ ഒരു തുള്ളി വെള്ളമില്ല. എന്നാ ഇതും കൂടി അങ്ങ് വറ്റിച്ചേക്ക്. എന്റെ ഓർമ്മയിൽ ഇങ്ങനെ ഒരു കാലം ഉണ്ടായിട്ടേ ഇല്ല. ഒരോർമ്മ. ഹോ. എന്താ വാസു? പശു ഒരെണ്ണം ചത്തുപോയി. എങ്ങനെ? ഞാൻ കളത്തി വരാൻ കുറച്ച് വൈകി. ചെന്ന് നോക്കുമ്പോ ചത്ത് കിടക്കുന്നു. ഒന്ന് പതുക്കെ പറ വാസു, അപ്പൂപ്പൻ കേൾക്കും. അതിനെ എങ്ങനെയെങ്കിലും കുഴിച്ചിടാൻ നോക്ക. ഓ, അപ്പൊ ഫയൽ എങ്ങനെ സേവ് ചെയ്യാന്ന് വെച്ചാല് മെനു ബാറിലെ ഫയൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ കിട്ടുന്ന ലിസ്റ്റിൽ നിന്ന് സേവ് ക്ലിക്ക് ചെയ്യുക. ഡയലോഗ് ബോക്സിലെ ഫയൽ നെയിം എന്ന ഭാഗത്ത് ഫയലിന്റെ പേര് ടൈപ്പ് ചെയ്യുക, സേവ് ചെയ്യും. അപ്പൊ എന്തൊക്കെയാണ് ഫയൽ സേവ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പറ. ഓരോരുത്തരായിട്ട് പറ. പ്രിയ. മെനു ബാറിലെ ഫയൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ലിസ്റ്റിൽ നിന്ന് സേവ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്രത്യക്ഷപ്പെടുന്ന ഡയലോഗ് ബോക്സിൽ ഫയൽ നെയിം എന്ന ഭാഗത്ത് ഫയലിന്റെ പേര് ടൈപ്പ് ചെയ്യുക, സേവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി വേറെ ആര് പറയും? ഇവിടെ ആര് പറ? ടീച്ചർ. ടീച്ചർ എന്താ? ഞാൻ ശാരിയുടെ അച്ഛനാ. ശാരി ഇന്നലെ വീട്ടിലെത്തിയിട്ടില്ല ടീച്ചറെ. എവിടെയെന്ന് അന്വേഷിച്ചോ? ബന്ധുക്കളുടെ വീട്ടിലെങ്ങാനും? ഏയ് ഇല്ല. അവിടെ അച്ഛൻ ഓഫീസ് റൂമിലുണ്ട്, വേഗം പോയി അന്വേഷിച്ചോളൂ. ഓ. ഈ സ്കൂളിൽ ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത, സംഭവിക്കാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. അതിന് ഞങ്ങൾ എന്ത് പിഴച്ചു സാർ? ഇരിക്കൂ. രാവിലെ 10 മണി മുതൽ 5 മണി വരെ മാത്രമേ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ളൂ. പ്രസിഡന്റ് എന്ത് പറയുന്നു? പുതിയതായി വന്ന കമ്പ്യൂട്ടർ ടീച്ചറിന്റെ കോലം കണ്ടാൽ തന്നെ ഇങ്ങനെയൊക്കെ നടന്നില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. ആ കുട്ടി വന്നപ്പോ അങ്ങനെയായിരുന്നു, ഇപ്പോഴെല്ലാം മാറിയില്ലേ? നമുക്ക് സ്കൂളിന്റെ കാര്യമാണ് ചർച്ച ചെയ്യാനുള്ളത്. കമ്പ്യൂട്ടർ നോക്കി പിള്ളേര് പഠിക്കുന്നതെല്ലാം വെറും വൃത്തിയിട്ട കാര്യങ്ങളെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഭാസ്കര, വിവരക്കേട് പറയാതെ. വിവരക്കേടല്ല, ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ വിവരക്കേട് വേറെ എങ്ങനെ ചെന്ന് പറയരുത്. നിങ്ങൾക്ക് മാത്രമേ വേറുള്ളൂ. വിവരക്കേടല്ല, രഘുവാ പറഞ്ഞത്. വിവരക്കേടൊന്നല്ല, രഘുവാ പറഞ്ഞത്. യാത് രഘു? നമ്മുടെ പഞ്ചായത്ത് മെമ്പറുടെ രഘുവേ, ഗസ്റ്റ് ഹൗസ് രഘു. ഓ. ശാരിയെ കണ്ടുകിട്ടി, ആശുപത്രിയില്ല. തൽക്കാലം ഈ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കും. അല്ല, ഇതാര് ഇത്ര വൈകിട്ട്? വായിരിക്ക്. ഞാനിപ്പോ ഈ നാട്ടുകാരി ആയില്ലേ മാഷെ. ഇതാര് ശീലാവതിയോ? അന്ന് അമ്പലത്തിൽ കണ്ടതിൽ ക്ഷീണിച്ചു പോയല്ലോ. വീട്ടിൽ വിശേഷമൊന്നുമില്ലല്ലോ? വിശേഷമൊന്നുമില്ല. ചന്ദ്രേട്ടൻ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല. മോളിരിക്കെ, ഞാൻ ചായ എടുത്തു. ശരി മാഷെ. ഇന്നലെ ടെലിവിഷനിൽ എന്തോ നമ്മുടെ ശാരിയെ പറ്റി പറഞ്ഞു എന്ന് അമ്മൂമ്മ പറഞ്ഞു. അത് കേട്ടപ്പോ ഞാനിങ്ങോട്ട് പോന്നതാ. എന്തൊക്കെയാ കുട്ടി പറഞ്ഞത്? തട്ടിക്കൊണ്ടുപോയി, പീഡിപ്പിച്ചു. എല്ലാം ഒരു സിനിമാ കഥ പോലെ. റിട്ടയർ ചെയ്താൽ മതിയായിരുന്നു. ഇന്നും വന്നിട്ടുണ്ടൊരു മിസ്സിംഗ്. 10 ബിയിലെ പൂജ. അത് എന്റെ ക്ലാസ്സിലെ കുട്ടിയാ. PTA മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്.
റിസൾട്ട് അറിഞ്ഞ ഉടൻ മോള് രക്ഷപ്പെടാൻ നോക്ക്. ആ, മിനിയോട് ഞാൻ പോയെന്ന് പറഞ്ഞാ ആ ശരി. ആര്യ ശീലാവതി, തൽക്കാലം ഈ മരുന്നുകൾ കൊടുത്താൽ മതി. അപ്പൂപ്പൻ മരുന്നുകളൊക്കെ കൃത്യമായിട്ട് കഴിക്കണം. ശരി. ഞാൻ പറഞ്ഞു വന്നത് ഈ വീടിന്റെ കാര്യമായിരുന്നു. ഇതിന്റെ ചുറ്റുപാടും നമുക്കൊക്കെ ഫേവറബിൾ ആയിരിക്കും. ഡോക്ടർ, ആ എന്ത് പറ്റി? ഡോക്ടറെ കണ്ടോ? മരുന്ന് തന്നു, തൽക്കാലം ഇത് മതിയെന്ന് പറഞ്ഞു. ആ ആ ഇത് മതിയല്ലോ. അപ്പൂപ്പ ഈ മെഡിസിൻസ് ഒക്കെ കൃത്യമായിട്ട് കഴിക്കണം. പോവാ അപ്പൂപ്പ, ഗുഡ് നൈറ്റ്. എന്നാ ഇവർ കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ നിൽക്കുന്നത് കണ്ടല്ലോ. ഞാനാ അവരെ പറഞ്ഞു വിട്ടത്. പക്ഷെ അവർ മറ്റേ കേസുമായാണല്ലോ വന്നത്. ഇന്നലെ മിനിയുടെ MTP ഡേ ആയിരുന്നു. അങ്ങനെ ആവാൻ വഴിയില്ലല്ലോ. ഇവരൊരു ഡോക്ടറുടെ മകളാണ്, ഒരു ടീച്ചറാണ്. പക്ഷെ അവരെ കണ്ടു എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഹലോ അച്ഛാ. ആഹാ, റിസൾട്ട് ഇത്ര പെട്ടെന്ന് വരുന്ന ഞാൻ വിചാരിച്ചില്ല. വൈശാലിക്ക് ക്ലാസ് ഉണ്ടോ? ഓ, രൂപയ്ക്കോ? ആ, അമ്മ എന്താ എന്നെ ഇന്നലെ വിളിക്കാഞ്ഞേ? ആ, അപ്പൂപ്പനിപ്പോ കുറവുണ്ട്. ആ, അവരൊക്കെ ഉറങ്ങിന്നാ തോന്നുന്നേ. നോക്കട്ടെ, അച്ഛൻ എന്നാ എന്നെ കൊണ്ടുപോകാൻ വരിക? അതൊക്കെ മറന്നേക്ക്, ആരും അറിഞ്ഞിട്ടില്ല. ഈ നാട്ടിൽ ഇതേവരെ ഇല്ലാത്തൊരു എപ്പിസോഡാ തുടങ്ങാൻ പോണത്. ഇത് 3ാമത്തെ മിസ്സിങ്ങാ. 3 ടീച്ചറുടെ ക്ലാസ്സിലാ. ഷാരിയുടെ കാര്യം വലിയ കഷ്ടാ. ഞാൻ ഇന്നലെ അവിടെ ചെന്നപ്പോ ടീച്ചറോട് പോയോ? ഇതൊരു കുഴപ്പ കേസാ. ബാസുവേട്ടന്റെ ഫിലോസഫി ഇത്രയ്ക്കും ചെറുതാണോ? ഞാൻ ടീച്ചറോട് ഒരു രഹസ്യം പറയാം. ടീച്ചറുടെ ക്ലാസ്സിലെ ഏതോ ഒരു പെൺകുട്ടിയെ ടീച്ചർ എവിടെയോ കൊണ്ടുപോയെന്നോ എന്തൊക്കെ ചെയ്തുവെന്നോ ഒരു റൂമർ സ്റ്റാഫ് റൂമിൽ നടക്കുന്നുണ്ട്. താമസിയാതെ നാടിന്റെ നാനാഭാഗങ്ങളിൽ വ്യാപിക്കാൻ ഇടയുണ്ട്. സൂക്ഷിക്കണം. ആ വന്നോ? ശീലാവതിക്ക് ഒരു ഫോൺ ഉണ്ടായിരുന്നു, അതാ വിളിപ്പിച്ചത്. എന്നോട് ആകെ സ്നേഹമുള്ളത് ബാസു. 9 ബിയിൽ ആളില്ല. ആ ഡ്രോയിങ് മാഷോടൊന്ന് പോവാൻ പറ. നിങ്ങളോട് എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ റിസൾട്ട് വന്നു, ക്ലാസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ കൽക്കത്തയിലേക്ക് തിരിച്ചു പോകും. നിങ്ങളാരും വിഷമിക്കണ്ട. നമുക്ക് ടീച്ചറെ വിടണ്ട. താൻ എന്താണ് ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്? എന്തൊരു ഹെവി ഓപ്പിയാ. ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. ഡോക്ടർ ജീവൻ, ഞാൻ പിന്നെ വിളിക്കാം. ഡോക്ടർ ജീവൻ. ജീവൻ താലൂക്ക് ആശുപത്രിയിലേക്ക് ട്രാൻസ്ഫർ ആയി പോയല്ലോ. പകരം ഞാനിങ്ങോട്ട് വന്നു. എന്ന് പോയി? ഒരാഴ്ചയായി.
വീട് മാറിയോ? വീട് വിട്ടിട്ടാണ് പോയത്. അതുകൊണ്ട് ഞാൻ ഗസ്റ്റ് ഹൗസിലാണ് താമസം. ശരി. ഇത്ര രാവിലെ കൊഴലു വെച്ച് നോക്കുന്നത് ആരെയാ? കൊച്ചു കള്ളി. എവിടേക്കാ കൊഴലു വെച്ച് നോക്കുന്നതെന്ന് എനിക്കറിയാം. കമല ജോലി നോക്ക്. ഡോക്ടർ പോയിട്ടില്ല മോളെ. ഒന്ന് പറഞ്ഞിട്ടേ പോവും. ഒന്ന് പോവോ? മോളെ ഡോക്ടറെ കണ്ടോ? ഡോക്ടർ പോയി. ഇപ്പൊ വേറൊരാളാ. പോയോ? ഒന്നും പറഞ്ഞില്ല. ഒന്ന് വിളിച്ച് പറഞ്ഞതുപോലുമില്ല. നിങ്ങൾ തമ്മിൽ പിണങ്ങിയോ? അടുത്തവരല്ലേ അപ്പൂപ്പ, അകലു. ഡോക്ടർ നല്ലവനായിരുന്നു. എന്താ പറയാതെ പോയത്? മോളെ വലിയ ഇഷ്ടായിരുന്നു. ഒരു ചായ. ഉച്ച വരെ കിടന്നുറങ്ങിക്കോണം. ഇന്നലെ വലിയ വീമ്പളക്കിയല്ലോ. ഒറ്റ പോസ്റ്റ് ഒട്ടിച്ചിട്ടില്ല. എല്ലാം ഞാൻ തന്നെ ചെയ്യണം. തീപ്പെട്ടിങ്ങ ഇനിയെങ്കിലും പോയി ഒട്ടിക്ക്. സൈക്കിൾ എടുത്തോ. ടീച്ചർ സത്യാഗ്രഹത്തിന് വരുന്നില്ലേ? 4 മണിയാകുമ്പോഴേക്ക് എത്താം. കമലയെ കൂടെ കൊണ്ടുവാ. ഞാനും വരട്ടെ. നമുക്ക് ഈ വഴിക്ക് പോവാം. അതിലേ പോവാം. ഈ വഴി വന്നത് ഡോക്ടറെ കാണാനാണോ? ഒന്ന് പോ കമല. ഹെഡ് മാസ്റ്റർ എത്തിക്കഴിഞ്ഞു. നമസ്കാരം സാർ. ഇങ്ങോട്ടിരിക്കാം. ഇവിടെ ഇരിക്കാം. ഇരിക്കണം. ഇപ്പൊ തുടങ്ങാം. ഇനി താമസമില്ല. പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഓ ടീച്ചർ എത്തിയല്ലോ. ലേറ്റ് ആയിട്ടില്ല. സമയാവുന്നേ ഉള്ളൂ. നിങ്ങളുടെ വാസു, ഞങ്ങളുടെ ബാസു നിർബന്ധിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പ്രസംഗത്തിന് സമ്മതിച്ചതാ. കഴിഞ്ഞ 30 വർഷമായി നിങ്ങളുടെയൊക്കെ കുട്ടികളെയും പേരക്കുട്ടികളെയും പഠിപ്പിക്കാനും ഈ ഗ്രാമത്തെ അറിയുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കുന്നു. പട്ടണത്തിൽ ഉയരുന്ന വികസനം വികസനം എന്ന മുറവിളി നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തെയും കടന്നാക്രമിച്ചിരിക്കുന്നു. സാക്ഷരതയായി, കമ്പ്യൂട്ടറായി, ടിൻ ഫുഡും വാട്ടർ ബോട്ടിലുകളുമായി. അതിന് പകരം നാം നൽകുന്ന വിലയോ
നമ്മുടെയൊക്കെ കിണറ്റിൽ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, പെൺകുട്ടികളെ കാണാനില്ല. നമ്മുടെ കൈമുതൽ കളഞ്ഞാണോ പുത്തൻ പണം കൈനീട്ടി വാങ്ങേണ്ടത്? ഇൻഓർഗാനിക് ഡെവലപ്മെന്റ്, ക്രമം തെറ്റിയ വികസനം. ഇതെന്തൊരു കഷ്ടം! ഇത് ബാക്കിയുള്ളവർക്ക് വെള്ളമൊന്നും വേണ്ടേ? നിങ്ങൾ മാത്രം കുടിച്ചാൽ മതിയോ? ഇതെന്തൊരു കഷ്ടം! വരൂ. ഇതെന്തിനുള്ള പുറപ്പാടാൻ്റെ ഈശ്വര? നേരം വെളുത്തിട്ട് നോക്കിയാ പോരെ? നീ ഒന്നും മിണ്ടാണ്ടിരി വിലാസിനി. എന്താ ചെയ്യ? ആര് പറഞ്ഞാലും കേക്കില്ലെന്ന് വെച്ചാ. കഷ്ടം, വാസു ഒന്നിനും വെള്ളവും കൊടുത്തിട്ടില്ല. മൂന്ന് പേർക്കും അല്പം റെസ്റ്റ് കിട്ടിയല്ലേ? ഇരിക്കൂ. സർ, പൂജയുടെ വിവരം എന്തെങ്കിലും? കുട്ടിയുടെ രക്ഷകർത്താക്കൾ ഇവിടെ വന്ന് പറഞ്ഞു, പുറത്താരും അറിയണ്ട, അവർ അന്വേഷിച്ചോളാമെന്ന്. അപ്പോ നമുക്കൊരു ഉത്തരവാദിത്വമില്ല? സാർ, ശാരിയെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ ഒരു പത്രത്തിൽ നിന്ന് വിളിച്ചിരുന്നു. എന്തോ പന്തികേടുണ്ട്. ഒന്നും പറയണ്ട, എനിക്കിവിടെ ഇരിക്കാൻ വയ്യ. ഫോൺ തന്നെ സർവ്വസമയം. ഇവരെല്ലാം കൂടെ ഈ നാടിന്റെ യൗവനം കെടുത്തും. നാണവും മാനവും കെട്ട് നമ്മളോട് ജീവിക്കേണ്ടി വരും. ആര് പറഞ്ഞു ജീവിക്കാൻ? എനിക്ക് 2 പെൺകുട്ടികളാ സാർ. ഞങ്ങളുടെ ഉള്ളിലെത്തി ആരണയ്ക്കാൻ? സാർ, എന്താ സാർ? നമ്മുടെ ശാരി മരിച്ചു. ശാരി മരിച്ചു എന്ന്? മോളെ ഒന്ന് വേഗം വരൂ. അയ്യോ, പതുക്കെ. ശീലാവതി വരുന്നു. കമല, കമല വേണ്ട, ഇവിടെ നിക്കട്ടെ. കമല ഇവിടെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റില്ല. ടാക്സി വന്നില്ലേ? പതുക്കെ. അങ്ങനെ കുറവുണ്ടോ? ആ, കുറവുണ്ട്. കളത്തിലെ കാര്യം കഷ്ടാ, വെള്ളമില്ല. ഉള്ള വിലക്ക് എല്ലാറ്റിനും കൊടുക്കുന്നതാ നല്ലത്. ഇത് ആശുപത്രി പോയി പറ.
കൂടെ ഒരു ആംബുലൻസും കരുതിക്കോ. പഠിപ്പ് നിർത്തി അല്ലേ? ഇങ്ങനെ വഴിപിഴച്ച് നടക്കല്ലേ കുട്ടി. 10ാം ക്ലാസ് എങ്ങനെങ്കിലും പാസ്സാവാൻ നോക്ക്. നീ തിരിച്ചു വരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഈ ഗ്രാമം വിട്ടുപോകാൻ മനസ്സ് വരുന്നില്ലടോ. ആ പെൺകുട്ടിയെ വിട്ടുപോകാനെന്ന് പറ. അത് മറന്ന കേസാ. നോ, അവൾ നിന്നെ അന്വേഷിച്ചു, ആശുപത്രിയിൽ വന്നിരുന്നു. ഓ, അവൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ലടോ. ഞാൻ തെറ്റിദ്ധരിച്ചതാ. ഞാൻ ഈ ഗസ്റ്റ് ഹൗസ് വിടുക. ഇവിടെ എന്തോ ശരിയല്ല, അത് ഞാൻ മനസ്സിലാക്കി. നീ എന്താ ആലോചിക്കുന്നത്? വാ, വല്ലതും കഴിക്കാൻ പോവാ. ശരി. കമല, ആ ചേച്ചി കുറച്ച് വെള്ളം എടുത്തോട്ടെ. ഇങ്ങനെ സഹതാപം കൊണ്ടിരുന്നാലേ നമുക്ക് എല്ലാവർക്കും വീടും പൂട്ടി അങ്ങ് പോവേണ്ടി വരും. അവര് കുറച്ച് വെള്ളം എടുത്തു വെച്ചിട്ട് കിണറിടിഞ്ഞു പോകുന്നില്ലല്ലോ. അടുത്ത വിമാനത്തിൽ കയറി കുഞ്ഞങ്ങ് പോവും. ഞങ്ങൾ ഇവിടെ തന്നെ കഴിയേണ്ടവരാ. ഇങ്ങനെ പോയാ ഈ നാട് നശിക്കുള്ളൂ. ശീലാവതി ഇവിടെ ഇല്ല. അപ്പൂപ്പൻ? അപ്പൂപ്പൻ ആശുപത്രിയിലാ. ഇവിടെ ആരുമില്ല. ശരി. ഹലോ ഹലോ. 1-2 തവണ ശീലാവതിക്ക് ഫോൺ ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്നാണോ? അല്ല, ഒരു പൂജയോ മറ്റോ. ഒരു കരച്ചിൽ കേൾക്കാം. ഒന്നും വ്യക്തമല്ല. ഹലോ ഹലോ. ഹലോ ഹലോ. ദൈവമേ, എങ്ങും കാണുന്നില്ലല്ലോ. എല്ലായിടത്തും നോക്കി, എവിടെ കാണുന്നില്ല. ഇനി കൽക്കത്തക്കെങ്ങാനും പോയതാണോ? ഇല്ല പക്ഷേ, അവൾ എന്നോട് പറയാതെ എങ്ങും പോകത്തില്ല.
മറ്റാൾ വന്നിട്ടില്ലേ? എല്ലാം ഓക്കെ ആണോ? നോക്കാം. സർ, എന്നൊന്ന് ഒഴിവാക്കിയാൽ കൊള്ളായിരുന്നു സർ. ഞാൻ അല്പം വെറീഡാണ്. ഐ മീൻ, ഐ എം നോട്ട് ഇൻ എ പ്രോപ്പർ മൂഡ്. ഐ ഡോണ്ട് നോ സർ. സർ, സർ പ്ലീസ്, ആരെങ്കിലും എങ്ങനെയെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ്റ് സർ. She is virgin. She is virgin. She is virgin. She is virgin.
मुझे